ഇത് ആരും അങ്ങനെ പറഞ്ഞ പ്രശ്നം വിശ്വസിക്കത്തില്ല. സെൽഫ് ഡെവലപ്മെന്റ് ഇച്ചിരി എനിക്കൊന്ന് പണി കിട്ടിയായിരുന്നു. ആദ്യമേ കാണാൻ രസമായിരിക്കും, അതൊരു ഹണിമൂൺ പീരീഡ് പോലെ. പിന്നെ അതൊരു പ്രഷറായി തുടങ്ങി. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തില്ല, അയ്യോ ഞാൻ ജേർണൽ ചെയ്തില്ല, അയ്യോ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തില്ല. ആ ഒരു ഭയങ്കര റോബോട്ടിക് ലൂപ്പിലോട്ട് പോയി. So, hi everyone, welcome back to the Mallu show, the number one self-improvement podcast in Malayalam. ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് നിങ്ങളോട് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹി ഈസ് ഓൾസോ പോഡ്കാസ്റ്റർ. സെൽഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് അഗെയിൻ ടോക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ട്രൈങ് ടു ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ഓൾസോ ട്രൈങ് ടു കോൺസ്റ്റന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ്, അമേസിംഗ്, ഹംബിൾ ഹ്യൂമൻ ബീങ്. ആൻഡ് ഹിയർ വി ആർ. ഹായ് നിതിൻ, വെൽക്കം ടു ദ ഷോ. ഹായ് റിസ്വാൻ, എന്തൊക്കെയുണ്ട്? നമ്മൾ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫേസ് ടു ഫേസ് കാണുന്നത്. ലൈക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും വി ആക്ച്വലി ഹാവൻ മെറ്റ് യെറ്റ്, അല്ലേ? അതെ, പക്ഷെ നമ്മളൊരു പോഡ്കാസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഫേസ് ടു ഫേസിൽ. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു കുറച്ച് എപ്പിസോഡായിട്ട് ഇങ്ങനെ ചെയ്ത് ട്രൈ ചെയ്യണം. കാരണം വെച്ചാല് ഡയറക്ട്ലി സാധാരണ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സംസാരിച്ചിട്ട് മേലെ തുടങ്ങാറില്ല. ബട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ സ്ട്രെയിറ്റ് അവേ എപ്പിസോഡിലേക്ക് കിടക്കാണ്. കാരണം വെച്ചാൽ ഐ റിയലി വോണ്ട് ടു സീ ഹൗ ദാറ്റ് സ്പോണ്ടനിറ്റി ആൻഡ് എങ്ങനെ നമുക്ക് സംസാരത്തിലൂടെ അല്ലെങ്കിൽ കോണ്ടന്റിലൂടെ എങ്ങനെ പരിചയപ്പെടാന്നുള്ള ഒരു പുതിയൊരു ട്രൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ രണ്ടുപേരും എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് വാട്ട് ഐ ഹാവ് ലേൺഡ് ഈസ് ദാറ്റ് നിതിന്റെ കോണ്ടന്റ് എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈക്ക് കോണ്ടന്റിന്റെ ക്വാളിറ്റി വളരെ അടിപൊളിയാണ്. ലൈക്ക് ഇൻ ദ സെൻസ് എപ്പോഴൊന്നും കോണ്ടന്റ് കൊണ്ടുവരില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ പോസ്റ്റ് എപ്പോഴൊന്നും കൊണ്ടുവരില്ല. ബട്ട് വെൻ യു കം വിത്ത് സംതിങ് ദാറ്റ് ഈസ് ലൈക്ക് റിയലി കൂൾ. സോ is it coming out of your experience? Is it something that എല്ലാ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് പഠിച്ച് വരുന്നൊരു സംഭവമാണോ, അതോ എന്താ പറയാ, ലൈക്ക് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ? ഹൗ ഡു യു ആക്ച്വലി കം അപ്പ് വിത്ത് ദിസ് ഗ്രേറ്റ് ഐഡിയാസ്? ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാമിൽ. കാരണം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക മോസ്റ്റ്ലി, അതായത് സെൽഫ് ഇംപ്രൂവ്മെന്റിനെ പറ്റി പറയുക, സെൽഫ് എക്സ്പ്രഷൻ, അതായത് എന്റെ ഉള്ളിലെ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് എത്തിക്കുക എന്നൊരു മിഷൻ കൊണ്ട് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ബിഗിനറിനെ പോലെ തന്നെ ഇഷ്ടംപോലെ മിസ്റ്റേക്ക് ചെയ്തു. ഇല്ല, എനിക്ക് വേറെ ടീമൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാം. എന്റെ പ്രൊഡ്യൂസറും ഞാൻ തന്നെ, ക്രിയേറ്ററും ഞാൻ തന്നെ, പബ്ലിഷറും ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. നമ്മളെല്ലാരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് ഏകദേശം ഏറെക്കുറെ അത് തന്നെയാണ്. നമ്മള് കുറച്ച് ഇതായി കഴിഞ്ഞല്ല അതായത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ, അതായത് മറ്റൊരു വ്യക്തിക്ക് അതിനുള്ള കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ അത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പ്ലസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുത്താലും നമുക്ക് അതിൻ്റെ നമ്മുടെ ഒരു ഇത് വരത്തില്ല. മെയിൻലി ട്രയൽ ആൻഡ് എററിൽ കൂടെ ആ പോസ്റ്റുകൾ ഇമ്പ്രൂവ് ആയത്. കാരണം എന്റെ 2019 പോസ്റ്റുകൾ കണ്ട അത്രയും ഒരു ഇതില്ല. നമ്മളെല്ലാവരും അതുപോലെ ആണല്ലോ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെ സോഷ്യൽ മീഡിയ ബേസിക്സ് പഠിക്കുകയും ചെയ്തു. എന്നാൽ അതിലൂടെ അങ്ങനെ സ്റ്റോറി ടെല് ചെയ്യാം, നമ്മുടെ കാര്യങ്ങളെ മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിക്കാനും പഠിച്ചു. ഇപ്പൊ മെയിൻലി കണ്ടന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴോ എല്ലാം നമ്മൾ കണ്ടന്റ് വരും. ഉടനെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മെമ്മോ സേവ് ചെയ്തിടും ഫോണില്. അത് അതിനെ പറ്റി പഠിക്കുകയോ എക്സ്പാൻഡ് ചെയ്ത് ഒരു നട്ട്ഷെല്ലിൽ മറ്റു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. സോ സത്യം ഇൻ ദ സെൻസ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റർ ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് പോലും നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത് ആദ്യം തന്നെ, ഞാനിത് ആരുടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് നമ്മൾ ഒട്ടുമിക്കപ്പോഴും നമ്മൾ അതെ തീർച്ചയായിട്ടും. ലൈക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെവലപ്പ് ആകുന്നത്. ഇപ്പം നിതിൻ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം, അതായത് കഴിഞ്ഞ വർഷം 2021 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്ന കോണ്ടന്റും ഇപ്പം ഞാൻ ചെയ്യുന്ന കോണ്ടന്റും ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് ഐ വുഡ് ഫ്രാങ്ക്ലി സേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് അത് കണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുക അത് ശരിയില്ല, ഇത് ശരിയില്ല. ബട്ട് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഫ് ഐ ക്രിയേറ്റ് സംതിങ് ആൻഡ് ഐ ഫീൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ് ടു ഗോ, ഐ ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്. ആൻഡ് അതിൽ എന്താ പഠിക്കുക അത് പഠിക്കും. അടുത്ത പ്രാവശ്യം എന്താ ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും ഞാനും നോക്കുക. ദാറ്റ്സ് ഓസം. സോ അടുത്ത ഒരു എന്താ പറയുക, ഒരു ചോദ്യം എന്നുള്ളത്, നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു മോസ്റ്റ് ഓഫ് ദ കോണ്ടന്റ് കംസ്, അല്ലെങ്കിൽ നമ്മളെ മോസ്റ്റ് ഓഫ് ദ തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യന്റെ ശരാശരി മനസ്സിലുണ്ടാവുന്ന എല്ലാ ചിന്തകളും
ഒരു ദിവസം ഓരോ ദിവസം കഴിയുന്നവർ വരുന്ന ചിന്തകളിൽ ഭൂരിഭാഗം ചിന്തകളും സെയിം ആയിരിക്കും എന്ന് പറയാറുണ്ട് അല്ലെ? 80% അതെ, സെയിം ആയിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവാറെന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ തോട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആക്ഷനിലേക്ക് ഒക്കെ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള നമ്മുടെ തോട്ട്സിന്റെ ഒക്കെ ഇതായിട്ടായിരിക്കും നമ്മൾ കാണുക. അല്ലെങ്കിൽ നമ്മളതല്ലെങ്കിലും നമ്മുടെ എക്സ്റ്റേണലി കാണുമ്പോൾ അതായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് അഥവാ സെൽഫ് ഗ്രോത്ത് എന്നുള്ള ഒരു കോണ്ടന്റിലേക്ക് ആക്ച്വലി നിതിൻ വരാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വൈ സെൽഫ് ഹെൽപ്പ്, വൈ സെൽഫ് ഇംപ്രൂവ്മെന്റ്? ബിക്കോസ് കാരണം വെച്ചാൽ നമ്മൾ ഒട്ടുമിക്കപ്പോഴും കണ്ടുവരാറുള്ളത്, എസ്പെഷ്യലി ഇൻ ആർ കമ്മ്യൂണിറ്റി, നമ്മുടെ ഒരു മലയാളീസിന്റെ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരാറുള്ളത് ഒന്നുകിൽ എന്റർടൈൻമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള സിമിലർ ടൈപ്പ് ഓഫ് കോണ്ടന്റിലായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കുക. അപ്പം നേരെ മറിച്ച് വളരെ ബോറിംഗ് ആയിട്ടുള്ള, ഒട്ടും ഗ്രോത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ടൈംലി ആയിട്ടുള്ള ഒരു നീഷിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു വൈ സെൽഫ് ഹെൽപ്പ്, വൈ സെൽഫ് ഇംപ്രൂവ്മെന്റ്? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ബ്രോ, ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരും അങ്ങനെ പറഞ്ഞ പക്ഷെ വിശ്വസിക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ മെയിൻലി ഒരു ക്രിയേറ്റ് ചെയ്യുക, അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഡൗൺ ടൈംസും എല്ലാം ഉണ്ട്. സോ നമ്മുടെ ലൈഫിൽ ഒരു കണ്ടിന്യൂറ്റി വരുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്ത്, അല്ലെ സെൽഫ് എക്സ്പ്രഷൻ ചെയ്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഫിറ്റ്നസ്സിലാണ് ഞാൻ തുടങ്ങിയത്. ഈ വേൾഡ് സ്ട്രോങ് എന്ന് പറയുന്ന ഫിറ്റ്നസ്സിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഒരു ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ബ്രോയ്ക്ക് അത് മനസ്സിലാവും ഇല്ലേ? ഈച്ച് ആൻഡ് എവറി ഡേ വർക്കൗട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ആക്കണം. എക്സ്റ്റേണലി മാത്രമല്ല, ഇന്റേണലി ഇമ്പ്രൂവ് ആക്കണം എന്നുള്ള മിഷനോടുകൂടി ആയിരിക്കും ചെയ്യുന്നത്. സോ ഇതെല്ലാം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു സെയിം ക്യാരക്ടർ ആയിട്ട് നമുക്കറിയാകും. നമുക്ക് ഇപ്പൊ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പേടി പോലെ വന്നേക്കാം. എനിക്ക് തോന്നുന്നു ബ്രോ എന്നെ കഴിഞ്ഞ ആഴ്ച പറയുകയും ചെയ്തു, വർക്കൗട്ട് ചെയ്തില്ല, ചെറിയൊരു നമുക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. സോ ഇതാണ് നമ്മുടെ നാച്ചുറൽ. ഇപ്പൊ ഞാൻ പോയി അൺബോക്സിങ് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും പന്നലായിരിക്കും. സോ ഇതാ എന്റെ നാച്ചുറൽ ഇൻക്ലിനേഷൻ. നമുക്ക് എല്ലാവർക്കും മാസ്റ്ററി എന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന ഒരു പ്രൈമൽ ഇൻക്ലിനേഷൻ ഉണ്ട്. നമ്മളിപ്പം അതേ യൂണിവേഴ്സ് അങ്ങനെ വിശ്വസിക്കുന്നോണ്ടെന്ന് എല്ലാവരും അറിയത്തില്ല. യൂണിവേഴ്സുമായിട്ട് ഒരു യൂണിവേഴ്സിന്റെ കോളിംഗ് പോലെ, അതായത് നമ്മൾ ആ ഇൻട്രസ്റ്റിൽ തന്നെ ചെയ്യും. എനിക്ക് വേറെ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല, എന്നെ തന്നെ ഇമ്പ്രൂവ് ആക്കുക. അതായിരുന്നു എന്റെ പ്രോബ്ലം സൊല്യൂഷൻ. സോ അതായിരുന്നു മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അത് ചെയ്യുമ്പോൾ ഞാനും ഇമ്പ്രൂവ് ആവും, ആ മെസ്സേജ് കേൾക്കുന്ന ഒരു വ്യക്തി ഇമ്പ്രൂവ് ആവും. അതായിരുന്നു മെയിൻ മിഷൻ. അങ്ങനെ അത് വന്നത്. അതിൽ റീച്ചോ ഞാൻ എൻഗേജ്മെന്റോ നോക്കിയിട്ടില്ല. അത് ചിലപ്പോൾ എന്നെ നെഗറ്റീവായിട്ട് എൻ്റെ ഒരു ബ്രാൻഡിനെ അഫക്ട് ചെയ്തേക്കാം. പക്ഷെ ഞാനിപ്പോ അത് നോക്കുന്നുണ്ട്. കാരണം ഞാൻ പണ്ട് കഴിച്ചുന്ന റീച്ചോ എൻഗേജ്മെന്റോ നോക്കുമ്പോൾ പന്നലായിരിക്കാം എന്നൊരു ചെറിയൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഒരു ഗിൽറ്റ് ഫീലിംഗ്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട്. കാരണം എന്റെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ അത് റീച്ചും എൻഗേജ്മെന്റും വേണം, ഹുക്ക് വേണം. പക്ഷെ ഞാൻ അത് നെഗറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്റെ ഇന്റൻഷൻസ് നിങ്ങളെ പോലെ തന്നെ നല്ലതാണ്. അതുകൊണ്ട് ഞാനിപ്പം സെൽഫ് ഡെവലപ്മെന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ഞാൻ മാസ്റ്ററി എന്നുള്ള ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തൊരു സാധനമുണ്ട് മിനിയാന്ന്. ലൈക്ക് ഐ വാസ് ലിസൺ, ഞാൻ ഈ ദി ആൽമനാക് ഓഫ് നവാൽ രവികാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല. കാരണം ഏതൊരു വ്യക്തിയും തന്റെ 20s കേട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പറയുന്ന വ്യക്തി. നവാൽ രവികാന്ത്, ഡേവിഡ് ഗോഗിൻസ്, ഇവർ രണ്ടുപേരും. അവിടെ ആ ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ബുക്ക് ആക്ച്വലി നവാൽ രവികാന്ത് എഴുതിയതല്ല, നവാൽ രവികാന്തിന്റെ ട്വീറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, സോ അതിലിങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മളെല്ലാവരും പഠിക്കുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതായത് സൊസൈറ്റി ടീച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. ആൻഡ് സൊസൈറ്റി നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ, സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ തന്നെ പൊക്കോണ്ടിരിക്കുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി ക്യാൻ ടീച്ച് സംവൺ എൽസ് ആസ് വെൽ. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേറൊരാളെയും കൂടെ പഠിപ്പിക്കാം. ആൻഡ് ഇഫ് ദ സൊസൈറ്റി ക്യാൻ ടീച്ച് സംവൺ എൽസ്, സൊസൈറ്റി ക്യാൻ റീപ്ലേസ് യു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്യേണ്ടത്, ആസ് യു സെഡ്, ദ സ്പെസിഫിക് സെറ്റ് ഓഫ് സ്കിൽസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ എന്താണോ നമ്മളാക്കുന്നത്, നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ സൊസൈറ്റി കൻ നോട്ട് റീപ്ലേസസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളെപ്പോഴും അവിടെ സ്റ്റാൻഡ് ഔട്ട് ആവും. ആൻഡ് അഗെയിൻ മേ ബി ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്പെസിഫിക് സ്കില്ല് ഒരു
ഒരു സെറ്റ് ഓഫ് സംഭവം, ഒരു എന്താ പറയുക, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തേക്ക് നമ്മളെ ഒരിക്കലും ആർക്കും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ വി ആർ ഓൾവേസ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഇറ്റ്. ആൻഡ് അത് ടൈം കഴിഞ്ഞൊരു ഈ വൈനൊക്കെ നന്നായി വരുന്നത് പോലെ തന്നെ നമ്മളും ഓട്ടോമാറ്റിക്കലി നന്നായി വരുള്ളൂ. ആൻഡ് യുനോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി ഒരു സ്ട്രഗ്ലിംഗ് ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. ബട്ട് ഇവൻച്വലി ദാറ്റ് വിൽ ഓൾവേസ് റിസൾട്ട് ഇൻ ഗുഡ് തിങ്. ബിക്കോസ് എന്ന് വെച്ചാൽ സൊസൈറ്റി ഒരു 100 ആളെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് 99 ആളും ഒരേ കാര്യം പഠിച്ചിട്ട് ഒരാൾ മാറി നിൽക്കുന്ന സമയത്തേക്കും ഈ ഡാർവിന്റെ അഗെയിൻ എവല്യൂഷൻ തിയറി ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് ഓൾവേസ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലേ? സോ ദാറ്റ്സ് ഓസം. ബ്രോ ഇപ്പൊ പറഞ്ഞ തന്നെ നവാലുഗാന്ധിന്റെ ടിപ്സ് ഫ്രോം ഹൗ ടു ഗെറ്റ് റിച്ച് വിത്തൗട്ട് ലക്കി എന്ന് പറഞ്ഞ ടിപ്സ് ഫ്രോം അതായത് ഞാൻ പോസ്റ്റ് ചെയ്ത എപ്പിസോഡിനകത്തുണ്ടായിരുന്നു. അതായത് ഹൗ ടു ഗെറ്റ് റിച്ച് വിത്തൗട്ട് ലക്കി. അതിനകത്ത് ഇതേ കാര്യം തന്നെ പറഞ്ഞത്. ബിൽഡ് സ്പെസിഫിക് നോളജ്, ലെവറേജ്, ജഡ്ജ്മെന്റ്, അങ്ങനെ 3-4 കാര്യങ്ങൾ. അതായത് സ്പെസിഫിക് നോളജ് ഇല്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ 1000 പേരാണ്. അതാ മെയിൻ സ്പെസിഫിക് നോളജ്. ആ ഒരു എപ്പിസോഡ് അബ്സല്യൂട്ട്ലി എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം നവാൽ രവികാന്തിന്റെ അതാ ഞാൻ പറഞ്ഞത്, അതേ വേറെ ലെവലിൽ എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതേ അദ്ദേഹം തന്നെ. തീർച്ചയായിട്ടും. കാരണം ലൈക്ക് ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ നമ്മൾ എക്സൈറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ ക്രിയേറ്റീവ് ആവില്ല. ആൻഡ് നമ്മൾ ക്രിയേറ്റീവ് അല്ലാത്തടത്തോളം കാലം നമ്മൾ എപ്പോഴും ഒരു റൂട്ടീൻ തന്നെ ആയിരിക്കും പോവുക, ഒരു പുതുമ ഉണ്ടാവില്ല അല്ലേ? അത് നമ്മളെ ബാധിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും. നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളൊരു ഗ്രോത്ത് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലൈഫിന് ഒരു പെസിമിസ്റ്റിക് വ്യൂ പോയിന്റിലൂടെ ആയിരിക്കും കാണുന്നത്. അതാ മെയിൻ ഇഷ്യൂ വരുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് കമ്മിങ് ടു ദാറ്റ് സെയിം പോയിന്റ്, അതായത് പെസിമിസം. ഇപ്പം നിതിൻ കുറേ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. യു ടോക്ക് എ ലോട്ട് അബൌട്ട് ടോക്സിസിറ്റി, ഒപ്റ്റിമിസം, പോസിറ്റിവിറ്റി ആൻഡ് എവറിത്തിങ്. സോ ഇത്രയും it's very easy to actually എന്താ പറയുക, get into the trap of pessimism. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുറ്റുപാടിൽ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ ടോക്സിസിറ്റിയിൽ അതിലിങ്ങനെ ട്രാപ്പിൽ പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിൻ്റെ ഒരു കൂട്ടത്തിൽ പെടുക എന്നുള്ളത് വളരെ ഈസിയാണ്. സോ മാത്രമല്ല നിതിൻ്റെ ഒരു വളരെ എന്താ പറയുക ഭയങ്കര ഒരു അപ്രീഷിയേറ്റബിൾ ആയിട്ട് ഒരു ക്വാളിറ്റി ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ, നിതിൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യുന്ന ഒരാളാണ്. So how do you actually manage not being in that trap of pessimism? Obviously നമ്മളിപ്പോൾ ഈ സെൽഫ് ഇംപ്രൂവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ശരിക്കും എപ്പോഴും പോസിറ്റീവ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്, ഭയങ്കര ഇൻസ്പയർഡ് ആണെന്നൊക്കെ. ബട്ട് ഒബ്വിയസ്ലി ദർ ആർ ഡേയ്സ് എന്താ പറയുക ഭയങ്കര മോശം ഡേയ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദോസ് അഫക്റ്റ് റിയലി ബാഡ്. ആൻഡ് നമ്മൾ തന്നെ ചിന്തിക്കും, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇഫ് നമ്മൾ തന്നെ ഫുൾ സാഡ് ആണല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് മിക്കപ്പോഴും ഒക്കെ. സോ ഹൗ ഡു യു ആക്ച്വലി ബാലൻസ് ഇറ്റ് ഔട്ട്, ഈ വെദർ ഇറ്റ് ഇസ് ടോക്സിസിറ്റി, വെദർ ഇറ്റ് ഇസ് യുവർ സറൗണ്ടിങ്, ആൻഡ് ഹൗ യുവർ മൈൻഡ് ഇസ്, യുവർ തോട്ട് ഇസ്, യുവർ മെന്റൽ എനർജീസ് ആൻഡ് എവറിത്തിങ്? അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിക്കുന്നുള്ളായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ തന്നെ മേളിൽ എനിക്ക് ഉറപ്പ് ബ്രോയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ടായി, മറ്റ് സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പോസിറ്റിവിറ്റിയെ പറ്റി പറയുന്നു, നമ്മൾ നെഗറ്റീവ് ആവുന്നല്ലോ എന്നൊരു പ്രഷർ നമ്മൾ ഇട്ടേക്കാം. നമ്മൾ ഫസ്റ്റ് അത് എന്തായാലും വരും. പക്ഷെ എനിക്ക് ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മനുഷ്യരാ എന്ന് ഞാൻ തന്നെ ചിന്തിക്കുകയാണ്. പക്ഷേ ബ്രോ, എനിക്കും ടോക്സിസിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ടോക്സിസിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ തന്നെ ഞാൻ അത് ഇട്ടുകൊടുക്കുക. അപ്പം ദിസ് കണ്ടന്റ് ഈസ് ഹെൽപ്പിംഗ് മീ ടു ബിക്കം ലെസ് ഓഫ് എ ടോക്സിക് പേഴ്സൺ. നമ്മളെല്ലാം മനുഷ്യരും ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഇഷ്ടം പെസിമിസോ. കാരണം പെസിമിസം ഈസ് ബെറ്റർ ഫോർ സർവൈവൽ. മനസ്സിലായില്ലേ? പെസിമിസം ഈസ് ബെറ്റർ ഫോർ സർവൈവൽ. ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെസിമിസ്റ്റിക്കാ, ഞാനും പെസിമിസ്റ്റിക്കാ. അതായത് ഇനി ഒരിക്കലും അത് മാറാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു ലേൺഡ് സ്കിൽസ് പോലെ റാഷണൽ ഒപ്റ്റിമിസം, അതായത് ടോക്സിക് ഒപ്റ്റിമിസം അല്ല, അതായത് ബ്ലൈൻഡ് പോസിറ്റിവിറ്റി അല്ലേ, എങ്കിൽ ഒരു റാഷണൽ ഒപ്റ്റിമിസം, അതായത് ജീവിതത്തെ അതിൻ്റെതായ രീതിയിൽ നോക്കി കാണുകയും പക്ഷെ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിളിൽ നോക്കി സെൽഫ് ബിലീഫോടെ വരും. അപ്പം ബ്രോ പറഞ്ഞ കറക്റ്റ്, ഏതൊരു സെൽഫ് കണ്ടന്റ് ക്രിയേറ്ററും നേരിടുന്ന ഒരു പ്രഷറുകളൊന്നാണ്. ചില ദിവസം ഞാൻ അറിയാവുന്ന ഇൻസ്റ്റാഗ്രാം നോക്കി തന്നെ ഏറ്റവും വലിയ പ്രഷർ വരുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ഹൈജീൻ റീച്ച് ചെയ്തിട്ട് പറ്റുന്നല്ലോ. ആ തോട്ട് ഇങ്ങനെ കോയിലപ്പാകുമ്പോൾ ഞാൻ തന്നെ എന്നോട് പറയും, ഞാൻ ഇത്രയും നേരം ചെയ്തോളൂ, എത്രയോ പേര് ഇതിലും കൂടുതലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് എന്തുകൊണ്ട് ആ സൊല്യൂഷൻ മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തോടാ. സോ ആ ഒരു ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ആ ഇതിൽ നിന്ന് റിക്കവർ ആയിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഫുള്ള് വിഷയമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ചെയ്യുന്ന കണ്ടന്റ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തത്. ഇനി അത് എടുക്കാൻ അധികം വഴിയില്ല, കോൺഷ്യസ് ആയിട്ട്. മറ്റേത് മടുത്തിട്ട് എടുക്കുന്നതായിരുന്നു. ഇനി എടുക്കുമെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയായിരിക്കും. പണ്ട് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സോടുകൂടി ഞാൻ എന്നെ തന്നെ ഭയങ്കര പ്രഷറിൽ ഇടുമായിരുന്നു. അതാണ് മെയിൻ ഇഷ്യൂ. ബ്രോയ്ക്കും അങ്ങനെ വരാറുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. യെസ്, തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ വർഷം 2020 ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 15 ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് അതൊരു 6 മാസത്തോളം പോയി. പിന്നെ അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ ഒരു 6 months ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പം ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഒറ്റൊരു ഗോൾ ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ, എന്തെങ്കിലും ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വീഡിയോ എങ്കിലും ഒരു പോസ്റ്റ് എങ്കിലും ഒരാഴ്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു ഗോൾ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ മാറ്റി ഫ്രീക്വൻ്റ്ലി ആക്കി, കുറച്ചും കൂടെ ഇതാക്കി ഡെയിലി ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ബേൺ ഔട്ട് തന്നെ ഫീൽ ചെയ്യുന്ന സമയത്തേക്ക് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ഈ ഒരു 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. നോട്ട് മോർ ദാൻ 10 days 15 days അങ്ങനെയായിരുന്നു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് വാട്ട് ഐ ഫെൽറ്റ് ഈസ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു ജേർണിയിലുള്ള ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഏത് വർക്ക് ഇഫ് യു ആർ എ പാഷനേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ, ഓക്കെ, ഏതൊരു ജേർണിയിലാണെങ്കിലും നമ്മൾ പോകുന്നത്, ലെറ്റ്സ് നമുക്കൊരു പ്രൊഫഷണൽ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മളെപ്പോഴും വി വോണ്ട് ബി കൈൻഡ് ഓഫ് പ്രസന്റ് അറ്റ് ദാറ്റ് മൊമെന്റ് എന്നാണെങ്കിൽ പറയാം. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇനി അടുത്തത് എന്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ എങ്ങനെ നേർച്ചർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതെങ്ങനെ ഇമ്പ്രൂവ്, ഒരു ഐഡിയ ഡെവലപ്മെന്റ് ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ വി ആർ ലിവിങ് 2 lives ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബാലൻസ് ഇറ്റ് ഔട്ട്. കാരണം വെച്ചാൽ നമ്മൾ സംടൈംസ് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഐഡിയ വരും. അതിങ്ങനെ നോട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തൊക്കെയോ നടക്കുന്നുണ്ടോ, ബട്ട് വി വോണ്ട് ബി പ്രസന്റ് അറ്റ് ദാറ്റ് മൊമെന്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ബോറടിക്കാത്തിടത്തോളം കാലം, അതായത് നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര രസമാണ്. ആക്ച്വലി ഇങ്ങനെ പോയി ഒരു ഐഡിയ കിട്ടി, അത് ഡെവലപ്പ് ചെയ്ത് നോക്കുന്നത് ഭയങ്കര രസമുള്ള സംഭവം തന്നെയാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു ടൈമിൽ ഐഡിയാസ് വരാണ്ടിരിക്കും. ആൻഡ് അത് അല്ലെങ്കിൽ ഉള്ള ഐഡിയാസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര മടുപ്പ് വരുമൊക്കെ ചെയ്യും. പിന്നെ ഒരു ബോറടി വരാനുണ്ട്. ആ ബോറടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെ വെറുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഫെൽറ്റ് ദാറ്റ്. സോ വാട്ട് ഐ ഫീൽ ഇസ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് ബേൺ ഔട്ടിൽ എത്തുന്നതിന് മുന്നേ ആ ഒരു സിഗ്നൽസ് കാണുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ബോറടിക്കുക, ഇൻ ദ സെൻസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി, ആൻഡ് റീസെന്റ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ്, ബോറടിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നത്. Yeah, so that is what I've been trying to do. കാരണം ഞാൻ അഗെയിൻ ഞാനിങ്ങനെ കോണ്ടന്റ് ബാച്ച് ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല, അഥവാ എന്താ വെച്ചാൽ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇപ്പം ട്രൈ ചെയ്തിട്ട് എന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഓക്കെ, ഞാനിപ്പോൾ ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് ഞാൻ ഇന്നൊരു റീല് പോസ്റ്റ് ചെയ്യാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്നൊരു റീല് പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത് അത് ചിന്തിച്ച് അങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഐ പ്രിഫർ ക്രിയേറ്റിവിറ്റി ആൻഡ് സ്പോണ്ടേനിറ്റി. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു എക്സാക്ട് ആ ഒരു സമയത്ത് ഒരുപാട് പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് ഇത് ശരിയാവില്ല അത് ശരിയാവില്ല എന്നൊക്കെ ഉള്ളൊരു ഹോൾഡിംഗ് ബാക്ക് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ തന്നെയാണോ ഇതിനും? ബ്രോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ 100% അതുപോലെ എന്റെ കാര്യം സമ്മപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഞാനിപ്പോ ഫ്യൂച്ചറിനെ പറ്റി, അതായത് ഞാനിപ്പോ റിക്കവർ ആയതുകൊണ്ട് മാത്രമേ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെങ്കിൽ അടുത്ത ചിന്തിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റിയാ ഭയങ്കരം. ഏതൊരു വ്യക്തിയും അതൊരു മാറേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവരുടെയും ബ്രെയിൻ ഇഷ്ടം അതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഇതിലല്ല ഇൻവോൾവ് യഥാർത്ഥത്തില് ഫ്യൂച്ചറിലാണ്. പക്ഷെ താങ്ക്ഫുള്ളി നമ്മൾ ഈ ഒരു സ്പേസിൽ ഉണ്ടായതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. പക്ഷെ ഒരു 90% യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി കേരള, അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അവർ ഈ ലൂപ്പിൽ എങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. അതായത് ബ്രെയിനിനെ പറ്റി അറിയുന്നത്, ഇപ്പൊ ബ്രോ പറഞ്ഞായിരുന്നു ബോറടിക്കുന്നതുകൊണ്ട് ഒന്ന് ചെയ്ത്, അതായത് നമ്മുടെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിൽ ഉണ്ടായതുകൊണ്ട്, ഈ സ്പേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട്, ഈ സ്പേസിന്റെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട്, ബുക്കുകൾ വായിക്കുന്നത്, നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് അറിയാത്ത എത്ര പേരുണ്ട്? ആ ഒരു ഇതിലാ ഏറ്റവും ബ്രോയുടെ കണ്ടന്റിനും വാല്യൂ, എന്റെ കണ്ടന്റിനും വാല്യൂ, അതുപോലെ തന്നെ ഈ സ്പേസിൽ ചെയ്യുന്നവർക്കും വാല്യൂ. നമ്മളിപ്പോ റീച്ച് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു എന്റർടൈൻമെന്റിനേക്കാൾ വാല്യൂ, അതായത് ഇമ്പാക്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഇതുപോലത്തെ ഒരു കണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എനിക്ക് തുടങ്ങിയ സമയത്ത് കണ്ടന്റിനെ പറ്റി സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സെൽഫ് ഡൗട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വരുന്നതായിരിക്കും.
അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഒരു എക്സ്റ്റേണൽ മെട്രിക്സിനെ ബേസ് ചെയ്തൊരു സെൽഫ് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ബ്രോയുടെ അങ്ങനെ ബ്ലൂബെറിയുടെ ഒക്കെ കണ്ട തിരിച്ചെനിക്കൊരു മോട്ടിവേഷൻ വന്നു. മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചു ഈ സെൽഫ് ഹെൽപ്പ് ആർക്ക് വേണം, പക്ഷെ ബ്രോ കണ്ടന്റ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും മനസ്സിലായി എന്റെ ഉള്ളിൽ എനിക്ക് ഇതേ സ്കിൽസ് തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ ഒരു ഷോർട്ട് ടൈം ഒരു ഗെയിംസിനെ നോക്കുക, എന്തുകൊണ്ട് അതൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രീതി ചെയ്തുകൂടാ എന്ന് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയപ്പോഴത്തേനാ ഈ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്തോ ആയിക്കോട്ടെ, നൗ ഇതെന്റെ ഒരു ക്രാഫ്റ്റ് ആർട്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാ പാതി റിലീഫ് വന്നു. ഇപ്പം ഒരാഴ്ച നിന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ലോങ് ടൈം കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് ഞാൻ നോക്കുന്നത്. ഞാൻ പണ്ട് ഷോർട്ട് ടൈം വൺ കഴിഞ്ഞു. പ്രോസസ്സും എൻജോയ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യണം എന്ന ഒരു കാര്യത്തിൽ വളരുന്നതായിട്ട് തോന്നലും വരണം. അത് വന്നതിന് ശേഷം ഈ ബ്രോ ഇപ്പൊ പറഞ്ഞ കാര്യം ഇച്ചിരി എങ്കിലും ഒന്ന് റിലീസ് ആയി വരുന്നത്. ബ്രോ പറഞ്ഞാൽ 100% കറക്റ്റ്. അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റീവ്നെസ്സിനെ സംബന്ധിച്ച് മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. കാരണം ഞാന് നമ്മൾ ഇങ്ങനെ ഉണ്ടാവാറില്ലേ, ഒരു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാനൊരു കാലണ്ടറൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ ഇന്ന് ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന ദിവസം കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ ഉള്ളത്. ഭയങ്കര ഒരു എന്താ പറയുക, അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ബട്ട് ഐ ട്രൈ ടു ഡു ദാറ്റ്. ബട്ട് ഒരു പകുതിക്ക് എത്തിക്കഴിക്കും അത് സംഭവം നടക്കാതെ ആയിപ്പോയി. കാരണം വെച്ചാൽ ഐ ഫെൽറ്റ് വെരി എന്താ പറയുക, വെരി പുവർ ഇൻ ദാറ്റ് കേസ്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര എപ്പോഴും ചിന്തിക്കുന്നത് ഇത് മാത്രം ചെയ്താൽ മതി, അങ്ങനെ ചെയ്യുമ്പോഴാണ്. ബട്ട് ഐ ചേഞ്ച് ദാറ്റ്. ഓക്കെ, എനിക്ക് എന്താണോ മനസ്സിൽ വരുന്നത്, പോഡ് ഐ ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ടുഡേ, അല്ലെങ്കിൽ എനിക്ക് പുതിയതായിട്ട് എന്ത് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്തുകൊണ്ട് പറ്റും, ദാറ്റ് ആക്ച്വലി ചേഞ്ച് ഇട്ട്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്നൊരു പോസ്റ്റ് ചെയ്യണം, ചെയ്യാം, ഇന്നൊരു റീൽ ചെയ്യണം, ചെയ്യാം, ഇന്നൊരു സംഭവം ചെയ്യണം, ചെയ്യാം, അങ്ങനെയായി. സോ കുറെ കൂടിയൊക്കെ പ്രസന്റിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു കോമ്പൗണ്ട് എഫക്റ്റിന്റെ നിധിൻ പറഞ്ഞത് ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ദാറ്റ്. ഞാൻ ഇന്നലെയും കൂടി ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുമല്ലോ, ബ്രോ ഞാൻ ഇങ്ങനെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, എങ്ങനെ തുടങ്ങുക, എന്താണ് സംഭവം എന്നൊക്കെ എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും ഇടക്ക്. അപ്പൊ ഇന്നലെ ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ എന്ത് വേണമെങ്കിലും ചെയ്തു, ബട്ട് ഇപ്പോൾ ജസ്റ്റ് ബ്രോ കൺസ്റ്റന്റ് ആയിട്ട് ഒരു വർഷമൊക്കെ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുക്കുക, അല്ലെങ്കിൽ കൺസ്റ്റന്റ് ആയിട്ടൊരു സംഭവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സംഭവം കൊണ്ടുവരിക. കാരണം എന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി അബൌട്ട് നമ്മൾ ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നതിനേക്കാളും കോണ്ടന്റിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതെ, ഒബ്വിയസ്ലി അത് കോമ്പൗണ്ട് ചെയ്യും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വർഷം ജൂണിൽ ചെയ്ത ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡാണ് ഇന്നും ഏതൊരാഴ്ചയും എപ്പിസോഡ് ഇറക്കി കഴിഞ്ഞാലും അത് ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലുള്ള കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട്, ഒരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉണ്ട്. ഈ എപ്പിസോഡ്സിനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പം ഈ ഒരാഴ്ച എപ്പിസോഡ് ഇറക്കി കഴിഞ്ഞാലും അതിന് കിട്ടുന്നതിനേക്കാളും പ്ലേസ്, വീക്ക്ലി പ്ലേസ് ആ എപ്പിസോഡ്സിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെവർ അബൌട്ട് ക്രിയേറ്റിംഗ് ഒരു സംഭവം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അന്നത്തേക്ക് മാത്രത്തേക്കല്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ ദ ലോങ് ടേം. അതായത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ നോക്കുകയാണെങ്കിലും അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. അതാ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനേക്കാൾ യൂട്യൂബിലും പോഡ്കാസ്റ്റിലും ഇഷ്ടപ്പെട്ടത്. ദാറ്റ് സ്റ്റേസ് ഫോർ 10 years, 12 years, 15 years. അതായത് ഒരു ലെഗസി പോലെ തന്നെ. മനസ്സിലായില്ലേ? ഇന്നലെ നാളെ നമ്മളില്ലേ തന്നെ ഇത് മറ്റൊരു വ്യക്തി ഇമ്പാക്ട് ചെയ്യും. അതാ ഞാൻ മടിച്ചു നിന്നൊരു യൂട്യൂബ് എന്നൊരു കാര്യം തിരിച്ച് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ബ്രോ എന്റെ മൈൻഡ് വല്ലതും റീഡ് ചെയ്യുന്നുണ്ട് ബ്രോ? എക്സാക്ട് കാര്യമാണ് പറഞ്ഞത്, ഈ എഴുതിയിട്ടുള്ള പരിപാടി. പക്ഷെ ബ്ലൂബെറിയെ പോലെ വ്യക്തി അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് തെറ്റില്ല, ചിലവർക്ക് അത് ചെയ്യാവുന്നുണ്ട്. ബ്രോ അബ്സല്യൂട്ട്ലി ഇൻസ്റ്റന്റീവ് പോകുന്നില്ല, എനിക്ക് അതും ഒക്കത്തില്ല. ഇതിന്റെ ഒരു മീഡിയം കേസ് വെക്കും, ഇച്ചിരി സ്ട്രക്ചർ ആഡ് ചെയ്ത് എന്നാൽ അതിലൊരു ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ഇപ്പൊ റീൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് അതിനെ പറ്റി ഇച്ചിരി ഒന്ന് ചിന്തിക്കണം. പക്ഷെ എന്നാ ബ്ലൂബെറിയുടെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തീർന്ന് പോയി, അപ്പോഴേ പ്ലാൻ പോയി. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെ അവയർനെസ്, മൈൻഡ്ഫുൾനെസ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. മൈൻഡ്ഫുൾനെസ് അതായത് ഒരു നമ്മളെ സെൽഫ് ജഡ്ജ്മെന്റ് ഇച്ചിരി കൂടുതലാണ്. അവരോട് അഭിപ്രായം എന്താ സെൽഫ് ജഡ്ജ്മെന്റിനെ പറ്റി, നമ്മൾ ഇപ്പോഴത്തെ രീതിയിലെ സെൽഫ് ജഡ്ജ്മെന്റിനെ പറ്റി? ഞാൻ ആക്ച്വലി അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നത് അവിടത്തേക്കായിരുന്നു. ഇൻ ദ സെൻസ് സെൽഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഒരു എക്സ്റ്റെന്റ് വരെയൊക്കെ ഉണ്ടാവണം. കാരണം വെച്ചാല് നമുക്ക് ഇപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ വെച്ചാൽ നിതിനെ കുറിച്ചുള്ള കുറെ നല്ലൊരു ധാരണ ഉണ്ട്. ഹൗസ് നിതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ്, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നിതിൻ എന്താണ്, എങ്ങനെയാണ് നിതിന് വാട്ട് ഈസ് ബെറ്റർ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. സോ ദാറ്റ് ആക്ച്വലി ആ ഒരു സംഭവം എപ്പോഴെത്താന്ന് വെച്ചാൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ത്രൂ സെൽഫ് ജഡ്ജ്മെന്റ് ആൻഡ് ട്രയൽ ആൻഡ് എററിലൂടെയാണ് അവിടെ എത്തുക.
സെൽഫ് So, അനാലിസിസ് ജഡ്ജ്മെന്റ്. അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഓഫ് അതെ, അണ്ടർസ്റ്റാൻഡിങ്, ടോക്കിംഗ് ടു യുവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സ് പഠിക്കുക, എക്സ്പീരിയൻസ് അതെ. പഠിക്കുക ഞാൻ എന്നുള്ളതൊക്കെയാണ്. അതിനെ ഏറ്റവും കണക്കാക്കുന്ന ജിമ്മ് പോലെ തന്നെ. എല്ലാ ദിവസവും പോകുന്നു, ചെയ്യുന്നു, സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, ഗ്രോ ആവുന്നു. അതൊരു ജിം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ്. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 5 വർഷം കൊണ്ടോ ഒരിക്കലും നടക്കത്തില്ല. അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റാ എന്നൊരു വ്യക്തി മനസ്സിലാക്കുന്നത് അവസാനം വരെ ലൈഫ് ലോങ് ആണ് എന്ന് ഗ്രോത്ത് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം നമ്മൾ ഫീസ് കണ്ടെത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രോ പറഞ്ഞ ഈ ഒരു കാര്യം അത് നല്ല പെർഫെക്റ്റ് പോയിന്റ് ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു കാര്യത്തെ ട്രയൽ ആൻഡ് എററിനെ കുറിച്ച് നമ്മൾ നമ്മുടെ സൊസൈറ്റി, എസ്പെഷ്യലി മലയാളം സൊസൈറ്റി, ട്രയൽ ആൻഡ് എറർ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. വൺ ഹിറ്റ് സക്സസ്. അത് ഒരുപാട് ലൈക്ക് ട്രയൽ ആൻഡ് എററിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്ത് ചെയ്യുന്ന മിസ്റ്റേക്ക് വലുതായിട്ട് ഒരു ഡാമേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രയൽ ആൻഡ് എറർ ഈസ് എ ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു റിലാക്സേഷൻ തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ വൺ ഹിറ്റ് സക്സസ് ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് ജഡ്ജ്മെന്റിലോട്ട് പോകുന്നത്, ഒരു നെഗറ്റീവ് ലൂപ്പിലോട്ട്, റാദർ ദാൻ സെൽഫ് ഇവാലുവേഷൻ വിച്ച് ഈസ് എ പോസിറ്റീവ് ലൂപ്പ്. ലൈക്ക് സെൽഫ് ഇവാലുവേഷൻ, ഞാൻ ഇങ്ങനെ ചെയ്തു കുഴപ്പമില്ല മാറാം, മറ്റേത് ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ പനല്ല എന്ന് പറയുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു സെൽഫ് ഇവാലുവേഷൻ ഇസ് എ പ്രോസസ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ഓൾ നീഡ് ടു പ്രാക്ടീസ്. അബ്സല്യൂട്ട്ലി. സോ അപ്പോൾ എൻ്റെ ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ലൈക്ക് ഇൻ ദ സെൻസ് ഈ ഒരു സെൽഫ് അനാലിസിന് വേണ്ടിയിട്ട്, ഇവാലുവേഷന് വേണ്ടിയിട്ട് ലൈക്ക് ഇറ്റ്സ് ഒബ്വിയസ്ലി ഒരുപാട് വർഷം എടുത്തിട്ടുണ്ടാവും അല്ലേ? അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവും. എസ്പെഷ്യലി വൺസ് യു ജസ്റ്റ് നമ്മൾ ഈ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ഇറങ്ങുന്ന സമയത്തേക്ക് വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഇറ്റ്സ് എ വെരി ലോങ് ടയറിങ് ആൻഡ് എൻ എക്സ്റ്റെൻസീവ് പ്രോസസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും. ബിക്കോസ് ഇപ്പം നിതിൻ എക്സാമ്പിൾ എടുത്ത പോലെ ജിമ്മിൽ പോകുന്ന പറഞ്ഞിട്ട് തന്നെ ഇറ്റ്സ് എവറി ഡേ ദർ ഇസ് സംതിങ് യു ട്രൈ ടു വർക്ക് ഓൺ, പഠിക്കാൻ ശ്രമിക്കും. ആൻഡ് ഇറ്റ്സ് വെരി അഡിക്റ്റീവ് ആസ് വെൽ. സോ എങ്ങനെയാണ് ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് യു ആർ ട്രൈങ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്? ആൻഡ് അതുപോലെ തന്നെ ഐ മീൻ ഇൻ ദ സെൻസ് റൈറ്റ് നൗ ഇപ്പോൾ നിതിൻ്റെ ലൈഫിൽ നിതിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മേ ബി ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ് ആൻഡ് സംതിങ് ദാറ്റ് യു ട്രൈങ് ടു ബിൽഡ് അപ്പോൺ യുവർ സെൽഫ്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിതിൻ ട്രൈ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഷെയറിങ്? അതിനെന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെയിൻലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഇന്നർ ടെൻഷൻ. അതായത് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പെർഫെക്ഷനിസം. ഞാനിങ്ങനല്ല, ഞാൻ റിസ്വാൻ റൂട്ടല്ല, റിസ്വാൻ അടിപൊളിയാ, റിസ്വാന്റെ പോസ്റ്റ് ഉണ്ട്, റിസ്വാന്റെ വീഡിയോ ഉണ്ട്, ആ ഒരു കാര്യത്തിലോട്ട് നെഗറ്റീവ് കമ്പാരിസണിലോട്ട് എത്താതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. മൈൻഡ്ഫുള്ളി അതിനുപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ട് ടൂള് ഭാഗ്യം കൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. റാദർ ദാൻ മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഐ ആം യൂസിങ് ക്വസ്റ്റ്യൻസ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിസ്വാന്റെ വീഡിയോ ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു എന്ന ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ, അതായത് ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. അല്ലാതെ നല്ലതാ ഞാൻ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചൊരു സെൽഫ് ജഡ്ജിങ് ലൂപ്പിലോട്ട് പോവാതെ മാറുന്നത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊന്നാണ്. കുറെ നല്ല ബെനിഫിറ്റ് ഉണ്ട് അതിന്. പ്ലസ് മാനേജ്മെന്റ്, ഇമോഷണൽ മാനേജ്മെന്റ്. ഇപ്പൊ രാവിലെ നമ്മളെല്ലാവരും ഫ്രഷ് ആയിരിക്കും, പക്ഷെ ഒരു ടയേർഡായി ഉച്ച കഴിഞ്ഞൊരു വൈകിട്ടാകുമ്പോഴത്തേന് എങ്ങനെ നമുക്ക് ആ ഇമോഷനെ നമ്മുടെ ആക്ഷനെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താം. അതായത് ഒരു മെന്റൽ ക്ലാരിറ്റി ഈവൻ ഇൻ ദ ടൈം ഓഫ് അഡ്വേഴ്സിറ്റി അതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊരു മൈൻഡ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുക. അതായത് അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ക്വാട്ട് ഇപ്പൊ പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ക്വാട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് സെറ്റിലോട്ട് വരുമ്പോഴത്തേനും മെന്റലി ഫറ്റീഗ് ആവാതെ പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര പ്രാക്ടീസ് ചെയ്താലും അറിയാമല്ലോ, പണിയിട്ടാളെ എന്തായാലും പണി കിട്ടും. പക്ഷെ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യുക, വീണ്ടും ഓവർ ജഡ്ജ്മെന്റിലാവാതാണ് ഞാൻ നോക്കുന്നത്. അതായത് സെൽഫ് ഡെവലപ്മെന്റ് ഇച്ചിരി എനിക്കൊന്ന് പണി കിട്ടിയായിരുന്നു. ആദ്യമേ കാണാൻ രസമായിരിക്കും, അതൊരു ഹണിമൂൺ പീരീഡ് പോലെ. പക്ഷെ പിന്നെ അതൊരു പ്രഷറായി തുടങ്ങി. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തില്ല, അയ്യോ ഞാൻ ജേർണൽ ചെയ്തില്ല, അയ്യോ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തില്ല. ആ ഒരു ഭയങ്കര റോബോട്ടിക് ലൂപ്പിലോട്ട് പോയി. അതും പെയിൻഫുൾ ആയിരുന്നു. നമ്മൾ പെയിനിലൂടെ ട്രയൽ ആൻഡ് എറർ ആണ്. അങ്ങനെ എനിക്കൊന്ന് മനസ്സിലായി, ഇത് ഷുഡ് അല്ല, ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ്. അതായത് നീ എന്നൊരു വ്യക്തിയെ നീ മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കുക, നിന്നെ ജഡ്ജ് ചെയ്യുന്നില്ല. നിനക്ക് സെൽഫ് ഹെൽപ്പ് ഞാൻ ഇൻട്രസ്റ്റോടെ തുടങ്ങി, പക്ഷെ ഒരു പാതി പീരീഡ് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഇതായി. അത് കഴിഞ്ഞിപ്പം തിരിച്ച് വീണ്ടും ഒരു ഓൾഡ് സ്റ്റേജിലോട്ട്, അതായത്
എനിക്ക് വേണ്ടി കാണിക്കാനല്ല എങ്കിലും ഒരു രീതിയിൽ മറ്റുള്ളവർ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. That's awesome. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ കാര്യം ആക്ച്വലി അത് എനിക്കൊരു പുതിയൊരു സംഭവമാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓസം. കാരണം വെച്ചാൽ നമ്മൾ ഏതൊരു സംഭവം ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ഇഫ് വി ആർ ആക്ച്വലി ക്വസ്റ്റ്യനിങ് ദാറ്റ്, നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ ദാറ്റ് ജഡ്ജ്മെന്റ് കുഡ് ബി വെരി ഡിഫറെന്റ്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ, ഐ വാസ് ടു ജഡ്ജി. അതായത് സെൽഫ് ഹെൽപ്പിൽ വന്നതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാത്തൊരു കാര്യം ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യും. അവരുടെ കോണ്ടെക്സ്റ്റ് അറിയുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയുന്നില്ല, ഞാനങ്ങ് ജഡ്ജ് ചെയ്യുക. ആ ജഡ്ജിങ് എന്നെ തന്നെ ടാക്സ് ചെയ്യുക. അതായത് ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ ഗുഡ്. ഞാൻ എല്ലാവരും ജഡ്ജ് ചെയ്യും. ഇവൻ ഫിക്സേറ്റില്ല, ഇവൻ വേസ്റ്റാ, ഇവൻ മെഡിറ്റേറ്റ് വേസ്റ്റാ. സോ ദാറ്റ്സ് എ ടോക്സിക് മെന്റാലിറ്റി. സോ ഞാൻ എന്നെ തന്നെ ടോക്സിസിറ്റി, I am a toxic person too. There is a toxic side in me. So I am becoming aware of that, not letting that toxic side take over so that it can harm other people. So that's a big work. That's awesome, man. And I really appreciate for you to just opening up for that. And എന്തോ ഞാൻ പറയാൻ വന്നെടുക്കുന്നു, my thought just went somewhere. Sorry. Okay, it's okay. Yeah. So I was saying, അതായത് നമ്മൾ ഈ ഒരു സെൽഫ് ഹെൽപ്പിന്റെ ഒരു പ്രശ്നമാണ് കാര്യം. ഇൻ ദ സെൻസ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പം ലൈക്ക് ആസ് എ ഹോൾ ഇഫ് യു ജസ്റ്റ് ഗോ ഔട്ട്, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടു ബേസിക്കലി അക്സെപ്റ്റ് പീപ്പിൾ. ഇപ്പൊ നിതിൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം കാണും ആരും ദർ നോട്ട് ഇവൻ ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ഓക്കെ ആരും ഒന്നും ട്രൈ ചെയ്യുന്നില്ല. ഇൻ ദ സെൻസ് ഇറ്റ്സ് ഓൾവേസ് എ റൂട്ടീൻ, ദർ ഡൂയിങ് സംതിങ് ദാറ്റ് മറ്റുള്ളവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ലിവിങ് ഫോർ സംതിങ്, ദ ജസ്റ്റ് ദ സെയിം ഓൾഡ് തിങ് വോട്ട് ഒരു പുതുമയില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വെനവർ ഐ സീ ദാറ്റ് ആൻഡ് ചിലപ്പോൾ നമ്മളിങ്ങനെ പോയി പറയും, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം, വെനവർ വി സേ ഓക്കെ എടാ ഇന്ന സംബന്ധം പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും മേ ബി ഇറ്റ്സ് ഒരു പുച്ഛാണ് മോസ്റ്റ് ഓഫ് ദ ടൈം കണ്ടുവരാറുള്ളതും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് വാട്ട് ഐ ഹാവ് സീൻ ഇസ് ദാറ്റ് അതിന് ഒരാളെ ബ്ലെയിം ചെയ്യുന്നോണ്ട് ഒരു കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിന്റ് ഓവർ ദർ ആസ് വെൽ. കാരണം വെച്ചാൽ നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഒരു സൊസൈറ്റി ആൻഡ് ദ കൾച്ചർ ആൻഡ് ദ അപ്ബ്രിങ്ങിങ് നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ സെയിം. നമ്മൾ കണ്ടു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. ആൻഡ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് ഇസ് അഗെയിൻ നോട്ട് വെരി ഈസി ആസ് വെൽ. ആൻഡ് ഒബ്വിയസ്ലി വെൻ സംവൺ ലൈക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് അഥവാ സെൽഫ് ഹെൽപ്പ് എന്നുള്ള സംഭവം മലയാളീസിന് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഏലിയൻ. ഇൻ ദ സെൻസ് നമ്മളിപ്പം ഒരു വെസ്റ്റേൺ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ദർ ആർ ഒരുപാട് ആൾക്കാരുണ്ട്, ദേ ആർ ഡൂയിങ് ദിസ് എഡ്യൂക്കേഷണൽ തിങ് സിൻസ് മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഈ കാര്യങ്ങൾ അവരുടെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ എല്ലാവരും ക്രെഡിബിൾ ആണ്, എല്ലാവരും അടിപൊളിയാണെന്ന് ഐ വോണ്ട് സേ ദാറ്റ്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു preach this message, okay, you have to get better, these are things, and ഒരുപാട് ആൾക്കാരുണ്ട്. But we don't have a lot of people like that here. ഇവിടെ as I said, there is more entertainment value than educational value എന്ന് വേണമെങ്കിൽ പറയാം. And that is one of the biggest എന്താ പറയാ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു, ഇഫ് നോ വൺ ഈസ് ടെല്ലിങ് us what to do, നമുക്കൊരിക്കലും അറിയണമെന്നുണ്ടാവില്ലല്ലോ. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ബ്രോ പറഞ്ഞ ഒരു അബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് അങ്ങനെ ഈ ഒരു ചിന്ത ഞാൻ ചിന്തിച്ചത്, അതായത് നമ്മുടെ കേരളത്തിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇല്ല പോയി ആ രീതിയിൽ ഒരു നെഗറ്റീവ് ആയപ്പോൾ തന്നെ ഞാൻ പിന്നെ ചിന്തിച്ചത് എന്തുകൊണ്ട് നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെപ്പോലൊരു കമ്മ്യൂണിറ്റി, ചെറിയ കമ്മ്യൂണിറ്റി, എന്തുകൊണ്ട് അതിന്റെ ഒരു പയനിയർ ആയിക്കോട്ടെ, അതായത് വൺ ഹൂ സ്റ്റാർട്ടഡ് ദാറ്റ്. എനിക്ക് ഉറപ്പുണ്ട് ഇനി ഒരു അടുത്ത 10 വർഷത്തിൽ ഉറപ്പായിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആവശ്യം വരും. കാരണം മെന്റൽ ഹെൽത്ത് ഈസ് ഓൺ എ ഡിക്ലൈൻ. വെസ്റ്റേൺ കൺട്രീസിലെ പോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ മെന്റൽ ഹെൽത്ത് ഡിക്ലൈൻ ആവുന്നുണ്ട് ഓരോ ചെറുപ്പക്കാരെ സംബന്ധിച്ച്. കാരണം ഈസി ആക്സസ് ടു ഇൻഫർമേഷൻസ് ആൻഡ് ഈസി ആക്സസ് ടു ഹൈ ഇന്റലിജൻസ് ആണ്. ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു പ്രോസസ് ദാറ്റ് ഇന്റലിജൻസ്. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. ചിന്താഗതി മൂഞ്ചി ജീവിതം ഏകദേശം. അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രാന്താന്നാണ് വിചാരിക്കുന്നത്. ഒരു കൗൺസിലിങ്ങിന് പോയ ആ ടബു പോലെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ്. സോ അതാ പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയത്. അതായത് എന്തുകൊണ്ട് അത് പ്രീച്ച് ചെയ്തൂടെ, എന്തുകൊണ്ട് അത് ഒരാളെ ഹെൽപ്പ് ചെയ്തൂടെ. ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന വ്യക്തിക്കായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്.
അത് ബ്രോ പറഞ്ഞ കറക്റ്റ്. നമ്മളൊരു സ്റ്റാറ്റസ് ഡ്രിവൺ സൊസൈറ്റി, നവാൽ രവികാന്ത് പറയുന്ന പോലെ തന്നെ നമ്മുടെ കേരള ഒരു സ്റ്റാറ്റസ് ഡ്രിവൺ സൊസൈറ്റിയാണ്. ഹൗ ക്യാൻ ഐ ലൈക്ക് ഷോ മൈസെൽഫ് ടു അതർ? ഹൈലി സ്റ്റാറ്റസ് ഡ്രിവൺ ആണ്, അത് എനിക്കും ഉണ്ട്. ചിലപ്പോൾ എനിക്കും വരാറുണ്ട്, എനിക്ക് എങ്ങനെ ഷോ ഓഫ് ചെയ്യാം. ആ ഒരു സ്റ്റാറ്റസ് ഡ്രിവനിൽ നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള വെൽ ബീയിങ്ങിനെ നമ്മൾ മറക്കുന്നുണ്ട്. പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഈ സെൽഫ് ഹെൽപ്പിൽ ബ്രോ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അവർ പുച്ഛിക്കും, ഉറപ്പാണ്. പക്ഷെ അത് അവരുടെ തെറ്റില്ല, നമ്മൾ പറയുന്ന രീതി മോശം. അതുകൊണ്ട് ഒരു ഹീലിംഗ് അല്ല, നമ്മുടെ ഒരു ജഡ്ജ്മെന്റിന് കൂട്ടാ പറയുന്നത്. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്യുക. യു ആർ ഡൂയിങ് ഗുഡ്. കാരണം എനിക്ക് അവരുടെ കോണ്ടെക്സ്റ്റ് ഇല്ല, അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നില്ല, അവരിങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് അത് വെച്ച് എനിക്ക് ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കൂടുതൽ ദോഷം ഉണ്ടാവണം. സോ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ യു ആർ ഡൂയിങ് ഗുഡ്. സോ ഐ ട്രൈ ടു ലീഡ് വിത്ത് ആക്ഷൻ. ലൈക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ, ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ, അപ്പം പിള്ളേർ വരുന്നു, അതെ വർക്ക്ഔട്ട് ചെയ്യടാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഐ ആം ബിക്കം വി ആർ ബിക്കമിങ് ലെസ് ടോക്സിക് ആസ് എ കമ്മ്യൂണിറ്റി. പോസിറ്റീവ് അല്ല, പോസിറ്റീവ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിടിക്കും അവന്മാര്, ഉറപ്പാ. rather than becoming like ഒരു നമ്മുടെ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ, ലൈക്ക് ഇപ്പൊ ഒരു വ്യക്തി അതായത് ജീവിതത്തിൽ ഡൗൺ ആണെന്ന് വിചാരിക്കാം, നമ്മുടെ ഫ്രണ്ട്, rather than ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, rather than we are not listening to them. അവർക്ക് വേണ്ടുന്നത് എക്സ്പെർട്ട് അഡ്വൈസ് അല്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട്. ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം എൻ്റെ അടുത്ത് പറയും. കാരണം എനിക്ക് തോന്നുന്നു റിസ്വാന്റെ അടുത്ത് കൂട്ടുകാർ വരാറുണ്ട്, നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അത് പിന്നെ എൻ്റെ ഈഗോയെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സൊല്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോവാ. അതോടുകൂടി കർക്കശമായ അവർ വരുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിരിക്കും എൻ്റെ അടുത്ത്. ഞാൻ അതിനെ ആകെ കുഴച്ച് മറിച്ച് ഒരു പരുവാക്കി കൊടുക്കും. അത് ഏറ്റവും വലിയ മോശം. ഇത് ചെയ്, അത് ചെയ്. നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇതെല്ലാം ഒരു ടൂൾസ് മാത്രം. അവരുടെ ജീവിതം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ലിസൺ ചെയ്യുക. എനിക്ക് ഇല്ലാത്ത ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള ഒന്ന് ആക്റ്റീവ് ലിസണിങ്. അതില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് മറ്റുള്ളവരിലേക്ക് ഇമ്പാക്ട് കൊണ്ടുപോകത്തില്ല. അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വരുന്നുണ്ട്. എന്റെ അടങ്ങിയിരിക്കത്തില്ല, പെട്ടെന്ന് എനിക്ക് എന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ തോന്നുന്നു. പക്ഷെ ആക്റ്റീവ് ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാന് ഇപ്പോ ഒരു കാര്യം ചെയ്യാറുണ്ടെങ്കിൽ യുനോ ഇറ്റ് ഈസ് ടു കീപ് മൈ ഈഗോ അസൈഡ്. അതായത് ഇപ്പോൾ ബ്രോ പറഞ്ഞത് സംബന്ധിച്ചാൽ നമ്മുടെ ഈഗോ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറേയൊക്കെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക. സോ വാട്ട് ഐം ട്രൈങ് ടു ഡു ഇസ് അഗെയിൻ ദ സെയിം തിങ്. അതിപ്പം ഒരാളൊരു കാര്യം ചോദിച്ചു വരികയാണെങ്കിൽ തന്നെ ഐ ഡോണ്ട് ഗിവ് ദം എനി അഡ്വൈസ്. ഞാൻ ഒരിക്കലും ഒന്നും പറയാൻ പോകാറില്ല. വാട്ട് ഐ ജസ്റ്റ് ഡു ഇസ് ഓക്കെ, ഐ ജസ്റ്റ് ബേസിക്കലി ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്താണ് സംഭവം, ഇന്നതെങ്ങനെയാണ്, ഐ ജസ്റ്റ് ടെൽ ഓക്കെ ഹേ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. സോ വാട്ട് ഐ ക്യാൻ ട്രൈ ടു ഡു ഇസ് ഓക്കെ മേ ബി യു തിങ്ക് അബൌട്ട് ദിസ്. ഞാൻ മേ ബി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ലെറ്റ് ദം തിങ്ക് ദംസെൽഫ്. ഇൻ ദ സെൻസ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് കുഡ് വർക്ക് ഔട്ട് ഫോർ ഗുഡ് ഓർ ബാഡ്. അത് ബാഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ടേൺ ബാക്ക് ഓൺ us. So I don't want that to happen again. And what happens is I try to speak the last. Again this active listening എന്ന് വെച്ചാൽ again I feel എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം എ വെരി പേഷ്യന്റ് പേഴ്സൺ. ഞാൻ കേട്ടിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പം എന്നെ തന്നെ ഒരാളെന്ത് പറയുകയാണെങ്കിൽ തന്നെ ഐ ഡോണ്ട് റിയലി മൈൻഡ്. എന്നെ ഇന്ന് പറഞ്ഞൊരു സംഭവം നടന്നതിനാൽ തന്നെ ഇന്നൊരു കാര്യം സംഭവിച്ചു, ഐ ടോട്ടലി ഐ എം ഫൈൻ ടുമോറോ എന്നാണെങ്കിൽ പറയാം. ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. ആക്റ്റീവ് ലിസണർ ആയിരുന്നു. പിന്നെ ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിൽ വലിച്ചെടുത്തൊരു സ്വഭാവ സവിശേഷതകളുള്ള ഒന്നായി ആക്റ്റീവ് ലിസണിങ് കുറഞ്ഞത്. പക്ഷെ അതൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കുന്നത് ഇന്നൂറോ പറഞ്ഞു. Yeah, absolutely. അപ്പൊ എന്താ, when you're not giving advices, obviously അവര് തന്നെ ചിന്തിച്ച് they're taking responsibility for their own life, and that is much more effective than someone telling okay ഇത് ചെയ്യ് അത് ചെയ്യ്, as what people have been doing in our lives. So that's a great point. So one question that I wanted, ഞാൻ ഇതുവരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യങ്ങളൊന്നും പ്ലാൻ ഇല്ലാണ്ട് ചോദിച്ചാണ്, but one question I had in mind was like, I want to know what are your priorities in your life, and how do you nurture that, or how do you develop on that, how do you work on that? Priorities എപ്പോഴും എല്ലാരെയും പ്രശ്നമാക്കുന്ന ചോദ്യങ്ങളൊന്നേ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. പല ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്റെ പ്രയോറിറ്റി ഇതായിരിക്കും, എന്റെ പ്രയോറിറ്റി അതായിരിക്കും. ഒരു ഏറ്റവും ട്രൂ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം സബ് കോൺഷ്യസ് പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ വെൽബീങ്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ വെൽബീങ്ങിനായിരിക്കും. നമ്മളാരും പുണ്യാളന്മാരൊന്നുമല്ല, നമ്മുടെ വെൽബീങ് നമ്മുടെ സബ് കോൺഷ്യസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മൾ അധ്വാനിക്കുന്നതായാലും ചിലപ്പോൾ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായാലും
ഉറപ്പായിട്ടും നമ്മുടേതായ ഒരു സ്വാർത്ഥമായ താല്പര്യം കാണും, ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ഒരു ക്രാഫ്റ്റ് പോലെയാണ്. സോ ഇപ്പം എന്റെ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ ബി മോർ മൈൻഡ്ഫുൾ, ബി മോർ പീസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 20s നമ്മൾ ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഗോൾ ഓറിയന്റഡ് ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈഫിനെ മിസ് ചെയ്യാറുണ്ട്. സോ ഐ എം ട്രൈങ് ടു ഫൈൻഡ് എ ഗോൾ ഓറിയന്റേഷൻ ആസ് വെൽ ലാസ്റ്റ് നോട്ട് ലൈക്ക് ഞാൻ ഒരു 60 വയസ്സാകുമ്പോൾ ഞാൻ ഗോൾ മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും ചെയ്തില്ല എന്ന് തോന്നും. ട്രൈങ് ടു ഫൈൻഡ് എ ബാലൻസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സോ മൈ നൗ പ്രയോറിറ്റി is that evolved mind, this podcast, this vision, the message I want to bring to the world. So first priority is this, then learning is my priority. Learning about the things, അതായത് ഇതിനെ പറ്റി പഠിക്കുക, പോഡ്കാസ്റ്റിനെ പറ്റി പഠിക്കുക, യൂട്യൂബിനെ പറ്റി പഠിക്കുക, അതുപോലെ പഠിക്കുക, അതൊരു പ്രയോറിറ്റിയാണ്. പിന്നെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രയോറിറ്റി അല്ല. ഹെൽത്ത് ഒരു പ്രയോറിറ്റിയാണ്. സോ അത് ഫസ്റ്റ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, വെൽ ബീയിങ്, പിന്നെ ഹൗ ടു മേക്ക് വെൽത്ത്, അതിപ്പോ ചിന്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഹെൽത്തും മൈൻഡും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് ലൈക്ക് ഇൻ എ ഗ്രീഡി വേ, ബട്ട് ഹൗ ക്യാൻ ഐ മാസ്റ്റർ മണി, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റി ഉള്ളതാണ്. അതായിപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാപ്പിനെസ്, ഓവറോൾ ഹാപ്പിനെസ്, അതായിപ്പോൾ എൻ്റെ പ്രയോറിറ്റി. Absolutely. And again, I've heard this from Naval Ravikant. Happiness is built through habits. Happiness is a skill. Like just like how you paint, how you speak and everything. Karanam nammal happiness cannot be measured, based on something on like that. It's basically a journey. Happiness is a journey that you build through tiny habits, or basically just structuring your life in a way you want to be. And Naval Ravikantinte oru definition prakaram happiness is basically the absence of missing out anything. അതായത് നമ്മളൊന്നും മിസ് ചെയ്യുന്നില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലാണ് ബേസിക്കലി ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് കുഡ് ബി ബിൽഡ് ഓൺലി ബൈ വെൽത്ത് ആൻഡ് ഹെൽത്ത്, ഒബ്വിയസ്ലി. കാരണം വെൻ there is a comparison, right? അതായത് നമ്മളിപ്പം ഒരു ചെറുതാകുന്ന സമയത്തേക്ക് we have a lot of energy and we have a lot of time, but we don't have wealth. യൂത്തിൽ we have എന്താ പറയുക, again we have health and we have wealth, but we don't have the time. And once you just grow older, we have wealth and we have time, but we don't have health. So balancing it out and finding, like slowing it down and finding a balance, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കാര്യം മൂന്നും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വേയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇഫ് വി ക്യാൻ ബി ഇൻ ദാറ്റ് മൊമെന്റ്, ഐ തിങ്ക് ദാറ്റ് ഈസ് ഹാപ്പിനെസ്. ടൈം, health and wealth all together, I think that is what create wealth. Awesome. So one last question. Okay, so idiru pudiya someone I'm trying it out in the sense, okay, suppose this is the last day on earth. Okay, idu Nithinte last day aanu ivide, and there are like this നമ്മുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇതിന്റെ മുന്നിലുണ്ട്, and Nithin is about to give them a talk. Okay, so what will be 3 things that you will share to them? എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. Nithin will not be there from tomorrow in a positive way, okay? God forbid. That is not a bad thing. Okay. So ഞാനെന്ന വ്യക്തി ജെന്യൂൻ ആയിട്ട് പറയുമെങ്കിൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിച്ചു, അതായത് ഡെത്തിനെ പോസിറ്റീവ്ലി യൂസ് ചെയ്ത് എടുക്കുന്ന ഒരു വ്യക്തി. അതായത് വാട്ട് ഇഫ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ, അതായത് ഒരു ലൈഫ് കോച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ടൂളുകൾ ഒന്നാ ഈ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ഈസ് ദിസ് യുവർ ലാസ്റ്റ് ഡേ. സോ ഐ വിൽ ലീഡ് ബൈ കോൺഫിഡൻസ്. അതായത് നാളെ എന്തായാലും ഞാൻ പോവാ, ഐ ക്യാൻ സേ ദാറ്റ് ഐ ലീവ് എ ഗ്രേറ്റ് ലൈഫ്. ബിക്കോസ് കാരണം എൻ്റേത് തന്നെ വീക്കായിട്ടുള്ള എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലതാക്കാൻ ശ്രമിച്ചല്ലോ. അറ്റ്ലീസ്റ്റ് ഐ ഗീവ് എ ട്രൈ. സോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഡോണ്ട് പുട്ട് ടു മച്ച് പ്രഷർ ഓൺ യുവർ സെൽഫ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ജഡ്ജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. അതാ ഒന്നാമത്തെ കാര്യം. ട്രൈ, യു ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് യുവർ ട്രൂ സെൽഫ്. യു ഹാവ് ടു ട്രൈ യുവർ ഓൺ ട്രൂ സെൽഫ്. അതായത് നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ഗുഡ് പേഴ്സൺ, ബി കൈൻഡ് ടു അതേഴ്സ്, ബി എ ഗുഡ് പേഴ്സൺ. ബിക്കോസ് ഗുഡ് പേഴ്സൺ ആകുമ്പോൾ നമ്മൾ അവരെ മാത്രമല്ല, നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നത് ഹീലിംഗ് ബെനിഫിറ്റ് ആണ്.
ബി ഗുഡ് ടു അതേഴ്സ്. നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, നമ്മുടെ മോട്ടിവേഷൻ അതായിരിക്കണം. ഐ വാണ്ട് ടു ഗെറ്റ് എ ഹീലിംഗ് ഫീലിംഗ്. സോ ബി ഗുഡ് ടു അതേഴ്സ്. ഫൈൻഡ് യുവർ സെൽഫ്. Don't judge yourself based on external things. Be good to others. That's awesome. Yeah, good things happen to good people എന്ന് പറയാറുണ്ട്, even if takes a long time. So I wish you all the best. And I know that you are like a great person as well. കാരണം it's not easy to just try to help people without a lot of things. Obviously we will be having a lot of expectation, and if you're trying to do it constantly with the least of it, that's like a great thing to do. So I wish you all the best. ഭയങ്കര ഹെൽത്തി ഡിസ്കഷൻ ആയിരുന്നു. ആൻഡ് ആസ് ഐ സെഡ്, ഐ ഡിഡ്ന്റ് പ്രിപ്പയർ എനി ക്വസ്റ്റ്യൻ ബിക്കോസ് എനിക്കൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു. ബിക്കോസ് the kind of person you are, how we are, it's almost like we have a similar interest in a lot of things. And we are into like fitness, we are into this getting better and everything. So thank you so much for doing this. It was a pleasure. And finally, endengilum, if you want to add upon to the audience that you want to say, that you forgot to say, something like that, you can do that. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, ലൈഫ് ഈസ് നോട്ട് ആൻ എൻഡ് പോയിന്റ്, ഇറ്റ്സ് എ ജേർണി ഓഫ് കോൺസ്റ്റന്റ് ബെറ്റർമെന്റ്, ബെറ്ററിങ് oneself as a human and finding their true self. So that's the message. Find yourself, be a happy person, be the develop yourself so that you don't become an environment product of your environment. Thank you, brother. That's awesome. Thank you so much. Just take life as a trial and error experiment, like how you do in your physics lab and chemistry lab. Try to work out new things. Maybe you'll find new things. Maybe you'll find the old things again. Just try to create something new. And the moment you find it, just stick to that and just try to improve that further again. Enjoy your moment. Enjoy your days. Thank you so much for having, I'm just so happy to have you over here. And ഇനിയും കൂടുതൽ like in the future, I'm just trying to learn and I'm just open to learn from you. So മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, this is Rizwan Ramzan signing off with Nithin. Take care. തുടങ്ങാം. സെറ്റല്ലേ? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയോ? എന്തായാലും സെൽഫ് ഡെവലപ്മെന്റോ സെൽഫ് ഹെൽപ്പോ ആയിരിക്കുമല്ലോ.